ദേശീയ പ്രസിഡന്റ് MK ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെ SDPയുടെ ഓഫീസുകളിൽ രാജ്യവ്യാപക റെയ്ഡ് നടക്കുകയാണ്. ദില്ലിയിലെ ഓഫീസിലടക്കം 14 കേന്ദ്രങ്ങളിലാണ് EDയുടെ പരിശോധന. ജോയ്സ് ഡാനിയലും അഷ്കർ അലി കരിമ്പയുമാണ് വിവരങ്ങളുമായുള്ളത്. ആദ്യം ജോയ്സിലേക്കാണ്. ജോയ്സ്, ഇപ്പോൾ SDPയുടെ ഓഫീസുകളിൽ രാജ്യവ്യാപകമായി തന്നെയാണ് റെയ്ഡ് നടക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന മലപ്പുറത്തെ റെയ്ഡിന്റെ വിവരങ്ങൾ അഷ്കർ നൽകുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് അറിയാനാകുന്നത്? എത്ര ഇടങ്ങളിൽ, എത്ര സംസ്ഥാനങ്ങളിൽ നടക്കുന്നു റെയ്ഡ്? സ്മൃതി, നിലവിൽ 10 സംസ്ഥാനങ്ങളിലാണ് ED റെയ്ഡ് നടത്തുന്നതാണ് ലഭിക്കുന്ന വിവരം. നമുക്ക് സംസ്ഥാനങ്ങളുടെ പേരുകൾ പരിശോധിച്ചാൽ കേരളത്തിന് പുറമെ ബംഗളൂരു, കർണാടക, ആന്ധ്രാപ്രദേശ്, താനെ, മഹാരാഷ്ട്ര, ചെന്നൈ, തമിഴ്നാടു, ജാർഖണ്ഡിലെ കൊൽക്കത്ത, വെസ്റ്റ് ബംഗാളിലെ ലക്നൗ, ഉത്തർപ്രദേശിൽ ജയ്പൂർ, രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നതായി പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും കഴിഞ്ഞ ദിവസം SDPയുടെ ദേശീയ പ്രസിഡന്റ് MK ഫൈസിനെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ കൂടിയാണ് നിലവിൽ കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി ഇപ്പോൾ ED നീങ്ങുന്നത് എന്നുകൂടി മനസ്സിലാക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഈ ഒരു കള്ളപ്പണ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട്, വെളുപ്പിക്കൽ നിയമവുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റ് ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. MK ഫൈസി അതിൻ്റെ പേരിലാണ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് അദ്ദേഹത്തിനെ 6 ദിവസത്തേക്ക് ED കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ തുടർന്നുള്ള പരിശോധനകൾ ഇപ്പോൾ SDPയുടെ കേന്ദ്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ തെളിവുകൾ ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നേരത്തെ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടുള്ള രീതിയിലേക്കുള്ള ബന്ധമുണ്ട് SDPക്ക് എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. അവിടെ SDPയുമായി ബന്ധമുണ്ട് ഇവർക്കെന്ന തെളിവ് ലഭിച്ചിരുന്നു. ഈ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംസ്ഥാനങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ED പരിശോധന തുടരുന്നത്. എന്തായാലും MK ഫൈസിയുടെ കസ്റ്റഡിയിൽ വെച്ച് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിലും ചില വിവരങ്ങൾ EDക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും EDയുടെ ഈ ഒരു പരിശോധന നിലവിൽ തുടരുകയാണ്. സ്മൃതി, അഷ്കറിലേക്ക് പോകുന്നു. അഷ്കർ, കേരളത്തിലെ റെയ്ഡ് എന്ന് പറയുമ്പോൾ മലപ്പുറത്ത് SDPയുടെ ഓഫീസിൽ നടക്കുന്ന റെയ്ഡ് അതിപ്പോഴും പുരോഗമിക്കുകയാണ്. എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? കേരളത്തിൽ മറ്റെവിടെയൊക്കെ റെയ്ഡ് എന്നുള്ളത് നമുക്ക് അറിയാനാകുന്നുണ്ടോ അഷ്കർ? സ്മൃതി, നിലവിൽ മലപ്പുറം SDPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ EDയുടെ റെയ്ഡ് മാത്രമാണ് ഇതുവരെ സ്ഥിരീകരിച്ച് പുറത്തു വന്ന വിവരം. ഏകദേശം 1 മണിക്കൂറിലധികം സമയമായി ഇപ്പോൾ റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ്. EDയുടെ ചെന്നൈ യൂണിറ്റും കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് റെയ്ഡിന് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. മാധ്യമങ്ങളെ മുഴുവൻ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ EDയുടെ റെയ്ഡ് പുരോഗമിക്കുന്നത്. ഇതുവരെ ഔദ്യോഗികമായ പ്രതികരണത്തിന് SDPയുടെ ജില്ലാ നേതൃത്വമോ ഭാരവാഹികളോ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല. ഈ മജീദ് ഫൈസിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് MK ഫൈസിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് മലപ്പുറത്തെ റെയ്ഡ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് SDPക്ക് ഏറ്റവും ശക്തമായ സ്വാധീനമുള്ള ഒരു ജില്ലാ കേന്ദ്രം കൂടിയാണ് മലപ്പുറത്തേത്. സ്വാഭാവികമായും SDPI സാമ്പത്തിക വിനിയോഗം നടത്തി, പോപ്പുലർ ഫണ്ടുമായി ശേഖരിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന സാമ്പത്തിക വിനിയോഗം നടത്തി എന്നുള്ള ആരോപണം വരുമ്പോൾ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ SDPI മത്സരിച്ചിരിക്കുന്നത് മലപ്പുറം കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ട് അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം EDയുടെ റെയ്ഡ് എന്നുള്ളതാണ് ഇപ്പോൾ SDPയുടെ നേതാക്കളും അനുമാനിക്കുന്നത്. അതിനോടൊപ്പം തന്നെ SDPയെ വലിയ തോതിലുള്ള രാഷ്ട്രീയമായി വേട്ടയാടുന്നു എന്നുള്ള ആരോപണം ഇപ്പോൾ തന്നെ ഒരു ഘട്ടത്തിൽ SDPI രഹസ്യമായാണെങ്കിലും നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള EDയുടെ റെയ്ഡ് മലപ്പുറത്ത് ഇപ്പോൾ 1 മണിക്കൂറിലധികം സമയമായി തുടരുകയാണ്. മലപ്പുറം പ്രസ് ക്ലബിന് സമീപത്തുള്ള SDPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് റെയ്ഡ് പുരോഗമിക്കുന്നത്. സ്മൃതി.